നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോനാജറിയും. കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ ഡൽഹിയിൽ നാളെ നടക്കുന്ന LDF സമരം ഭരണഘടനയെ സംരക്ഷിക്കാനെന്ന് മുഖ്യമന്ത്രി. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ലാളനയും മറ്റിടങ്ങളിൽ പീഡനവും എന്നതാണ് കേന്ദ്ര നയം. തോറ്റു പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. രാജ്യമാകെ കേരളത്തോടൊപ്പം അണിചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NDA ഇതര ഭരണമുള്ള 17 ലാളനയും മറ്റുള്ളിടങ്ങളിൽ പീഡനവും എന്നതാണ് സമീപനം. ഡൽഹിയിൽ കേരളം ഒരു സവിശേഷമായ സമരമാണ് നടത്തുന്നത്. തോറ്റ് പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. രാജ്യമാകെ ഈ സമരത്തിന് പിന്തുണയുമായി കേരളത്തോടൊപ്പം നിലകൊള്ളുകയാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലും ഇല്ലായിരുന്നെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമായ എയിംസിന് ഒരു പരിഗണനയും കിട്ടിയില്ല. സിൽവർ ലൈൻ പദ്ധതിക്ക് സമാനമായ പദ്ധതികൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കേന്ദ്രം പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ കേരളത്തിനോട് മാത്രം കടുത്ത വിവേചനമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. 2021-22 സാമ്പത്തിക വർഷത്തിൽ മാത്രം 12,000-ഓളം രൂപയാണ് വെട്ടിക്കുറച്ചത്. അടുത്ത സാമ്പത്തിക വർഷങ്ങളിലും ഈ വെട്ടിക്കുറവ് തുടരുകയാണ്. നടപ്പ് വർഷത്തിൽ 7,000 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന 30% വീടുകൾക്ക് മാത്രമാണ് കേന്ദ്ര സഹായം ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി. ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് നൽകിയില്ലെങ്കിൽ ചെറിയ തുക പോലും അനുവദിക്കില്ല എന്ന കേന്ദ്ര നിലപാട് അംഗീകരിക്കാനാകില്ല. വീട് ആരുടെയും ഔദാര്യമല്ല, അവകാശമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന ബ്രാൻഡിംഗ് ജനാധിപത്യ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി കൂടിയാണ്. സംസ്ഥാന സർക്കാർ ഗണ്യമായ അധിക വിഹിതം നൽകിയാണ് ലൈഫ് പദ്ധതി നടപ്പാക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു ബ്രാൻഡിങ്ങിനും തയ്യാറല്ല. ഓരോരുത്തരുടെയും വീട് ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ ലൈഫ് പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന ഈ വീടുകളിൽ കേന്ദ്ര പദ്ധതിയുടെ ബോർഡ് വെക്കണം, അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന ചെറിയ വിഹിതം പോലും അനുവദിക്കുകയില്ല. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, കേന്ദ്രത്തിന്റെ പൊതുവായ സമീപനത്തിലെ അവഗണന, ഒപ്പം ബജറ്റിൽ കേരളത്തിന് പദ്ധതികളില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നു. പ്രത്യേക പദ്ധതികൾ, ലൈഫ് മിഷൻ പോലെയുള്ള പദ്ധതികൾ കേന്ദ്ര വിഹിതത്തിൽ കുറവാണെങ്കിൽ പോലും അവിടെ ബ്രാൻഡിംഗ് എന്ന സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെ നീണ്ട ഒരു വാർത്താ സമ്മേളനത്തിൽ നിറയെ ആരോപണങ്ങളായാണ് കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ചത്. നാളത്തെ സമരം അത് കൃത്യമായി ഈ ആരോപണങ്ങളെ ഒന്നുകൂടി ജനമധ്യത്തിലേക്ക് എത്തിക്കാൻ, അത് കേരള ജനതയുടെ ആകെ പിന്തുണ നേടാനാകുമെന്ന ഒരു പ്രതീക്ഷ കൂടി, ആത്മവിശ്വാസം കൂടി പങ്കുവെക്കുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി. ഗോകുൽ, തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ എന്തുകൊണ്ട് കേരള സർക്കാർ ഇത്തരത്തിൽ ഒരു സമരത്തിന് മായി ഡൽഹിയിൽ എത്തി എന്നുള്ള സാഹചര്യം കൃത്യമായി വിശദീകരിക്കാൻ തന്നെയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. അനിവാര്യമായ പ്രക്ഷോഭം എന്നാണ് മുഖ്യമന്ത്രി ആമുഖമായി ഈ പ്രതിഷേധത്തെ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നയ തീരുമാനങ്ങൾ അത് സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ചും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഏത് തരത്തിൽ ബാധിച്ചു, കേരളത്തെ പ്രത്യേകിച്ചും കേന്ദ്രത്തിന്റെ അവകാശങ്ങളിൽ കേരളത്തിന് അവകാശപ്പെട്ട സാമ്പത്തിക ഫണ്ടിൽ അതിൽ നടത്തിയ കൈകടത്തലുകൾ ഉൾപ്പെടെയുള്ളവ പരാമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തൻ്റെ വാർത്താ സമ്മേളനം നടത്തിയത്. BJP NDA സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലാളനയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് പീഡനവും എന്നുള്ളതാണ് കേന്ദ്ര നയം. കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ട് കേന്ദ്രം
വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഫെഡറലിസത്തിന് മുകളിലുള്ള വലിയ കടന്നുകയറ്റം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. രാജ്യം മുഴുവനും പിന്തുണയുമായി ഈ സമരത്തിന് തങ്ങളോടൊപ്പമുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് കക്ഷി രാഷ്ട്രീയ മുഖം ഈ പ്രതിഷേധത്തിന് ഇല്ല എന്നും രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കാനുള്ളതാണ് ഈ പ്രതിഷേധം എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ധന ഉത്തരവാദിത്ത നിയമം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളില്ലാത്ത ശുപാർശകൾ കേന്ദ്രം പിന്നീട് പുറത്തിറക്കി. അതായത് സഭ അംഗീകരിച്ച രേഖയ്ക്ക് അപ്പുറമായിക്കൊണ്ട് കൂടുതൽ നിബന്ധനകൾ ഒരു എക്സിക്യൂട്ടീവ് തീരുമാനത്തിലൂടെ അതിനെ അട്ടിമറിക്കുന്ന നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും ഇതിന്റെ ഫലമായിക്കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ക്ലേശങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെയാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള കേന്ദ്രത്തിന്റെ ഇടപെടലും ബ്രാൻഡിങ്ങും അദ്ദേഹം എടുത്തു പറഞ്ഞത്. തുച്ഛമായ കേന്ദ്ര സഹായം മാത്രം ലഭിക്കുന്ന പദ്ധതികളിൽ പോലും കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് നൽകാൻ വേണ്ടി നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ ആ ഫണ്ട് പോലും നിർത്തലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കേരളത്തിന്റെ 12,000 കോടി രൂപ കടമെടുപ്പ് പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചതായതും അത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സാമ്പത്തിക ഫെഡറലിസത്തെ കേന്ദ്രം തകർക്കുന്നുവെന്നും യൂണിയൻ സർക്കാരിൻ്റെത് വിവേചനപരമായ നടപടികളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെയാണ് കേരളത്തിന്റെ പദ്ധതികൾ, പ്രധാനമായും കാലങ്ങളായി കേരളം ഉന്നയിക്കുന്ന വിഷയമാണ് ഈ എയിംസ്. ഒപ്പം തന്നെ സിൽവർ ലൈൻ പദ്ധതിക്ക് സമാനമായ പദ്ധതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അംഗീകാരം നൽകുമ്പോൾ കേരളത്തിന് വരേണ്ടുന്നത് അവഗണനയാണ് എന്നും അദ്ദേഹം. ശരി ബൽറാം, ഏതായാലും കേരളം എന്തുകൊണ്ട് നാളെ ഡൽഹിയിൽ ഇങ്ങനെ ഒരു സമരം കേന്ദ്രത്തിനെതിരെ അണിനിരത്തുന്നതിൽ പ്രതിപക്ഷ കക്ഷികളെ മറ്റ് സംസ്ഥാന സർക്കാരുകളെ പ്രതിനിധികളെ ഒക്കെ വിളിച്ചു ചേർക്കുന്നു എന്നതിന്റെ ന്യായീകരണം, അതിന്റെ പിന്നിലുള്ള ന്യായം എന്ത് എന്ന് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അനിവാര്യമായൊരു പ്രതിഷേധം, പ്രക്ഷോഭം എന്നാണ് മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിച്ചതും. കേന്ദ്ര നയങ്ങൾക്കെതിരായ കേരള സർക്കാരിന്റെ പ്രതിഷേധത്തിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹിയിലെത്തി. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പങ്കെടുക്കുന്ന പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കും. സംസ്ഥാന നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. കേരള ഹൗസിൽ നിന്ന് KR ഗോപികൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗോപികൃഷ്ണൻ, ആദ്യം ബംഗാളിൽ നിന്ന് മമതാ ബാനർജി, ഇന്ന് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കർണാടക, നാളെ കേരളം. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ, കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാകെ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഒരു വലിയ പ്രതിഷേധം തീർക്കുകയാണ്. അത് കേരളത്തിന്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നതിനപ്പുറത്തേക്ക് ഒരു ദേശീയ മാനം കൂടി ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലുണ്ടല്ലോ. ഏതൊക്കെ കക്ഷികൾ പങ്കെടുക്കും? കേരളത്തിന്റെ പ്രതീക്ഷ, ഒപ്പം CPM-ന്റെ നാളത്തെ സമരത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ. ഗൂഗിൾ അല്പം മുൻപാണ് കേരള ഹൌസിൽ എന്തിനാണ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ കേരള സർക്കാരും ജനപ്രതിനിധികളും ഇവിടെ എത്തിയതെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പൂർത്തിയായത്. നേരത്തെ ബൽറാം വിശദീകരിച്ചതുപോലെ കേന്ദ്രം എങ്ങനെയാണ് കേരളത്തെ അവഗണിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് സമരം ചെയ്യേണ്ടി വരുന്നത് എന്നെല്ലാം മുഖ്യമന്ത്രി അല്പം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയുണ്ടായി. ഇനി ഇതിനൊരു രാഷ്ട്രീയ മാനമുണ്ട്, ഇതിനൊരു രാഷ്ട്രീയ നിറം നൽകേണ്ടതില്ല, അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരമാണ് നാളെ ജന്തർ മന്ദിറിൽ നടത്താൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയുടെ ഒരു ശക്തി പ്രകടനമായി ഈ സമരത്തെ മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ആലോചന CPM-നെ സംബന്ധിച്ചുണ്ട്. നേരത്തെ മന്ത്രി MP രാജേഷുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളം രാജ്യത്തിന് വഴികാട്ടുന്നു എന്നതാണ് ഈ സമരത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി എന്നതാണ്. മാത്രമല്ല, സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ഐക്യ പ്രകടനം, ഒരു ശക്തി പ്രകടനമായി ഇത് മാറ്റി തീർക്കണമെന്നൊരു ആലോചന CPM-നെ സംബന്ധിച്ചുണ്ട്. അങ്ങനെയാണ് NDA ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രംഗത്ത് വരാൻ മുഖ്യമന്ത്രി നേരിട്ട് കത്തയച്ചത്. അതിൽ മമതാ ബാനർജിയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു. മാത്രമല്ല, കേരളത്തിന്റെ പ്രതിനിധി KV തോമസ് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതിനുപോലുമുള്ള സമയം അനുവദിച്ചില്ല. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഈ സമരത്തിനൊപ്പം ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ കർണാടക സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ജന്തർ മന്ദിറിൽ സമരം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. കർണാടക സർക്കാരിന്റെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞത് കേരളത്തിന്റെ ഈ ആവശ്യത്തോട് പൂർണ്ണമായും അംഗീകരിക്കുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ്. മാത്രമല്ല, കേന്ദ്ര നിലപാടിനെതിരെ രംഗത്ത് വരുന്ന ആരെയും പിന്തുണയ്ക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് കർണാടകത്തിലെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമായില്ലേ എന്നാണ്. MP രാജേഷ് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ കേരളത്തിന് ഇങ്ങനെ ഇവിടെ വന്ന് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കേരളത്തിലെ 18 UDF MP-മാരുടെ പിടിപ്പുകേടാണെന്നാണ്. കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിന്റെ തുടർച്ചയായുള്ള അവഗണന
അവഗണനയെക്കുറിച്ചൊക്കെ കേന്ദ്രത്തിൽ ബോധ്യപ്പെടുത്താൻ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ UDF MP-മാർക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് ഇങ്ങനൊരു സമരത്തിന് കേരളത്തിന് ഇറങ്ങേണ്ടി വന്നതെന്നാണ്. നമുക്കറിയാം, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, അതോടൊപ്പം തന്നെ NCP നേതാവ് ശരത് പവാർ, അതുപോലെ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ഉള്ള പ്രതിനിധികൾ, മറ്റ് ഇതര കക്ഷികളുടെ പ്രതിനിധികളൊക്കെ തന്നെ നാളത്തെ സമരത്തിൽ അവർ കേരളത്തിനൊപ്പം അണിചേരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ മമതാ ബാനർജി ഈ സമരത്തെ പിന്തുണച്ച് രംഗത്ത് വരാനുള്ള സാഹചര്യം ഇല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതേസമയം അവരുടെ പാർലമെന്റ് അംഗങ്ങളെ ആരെങ്കിലും ഈ സമരത്തിന്റെ ഭാഗമാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ദേശീയ തലത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ശക്തി പ്രകടനത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിരിക്കും ഈ സമരത്തിലൂടെ. നേരത്തെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചത് അതുകൊണ്ട് രാജ്യത്തെ മുഴുവൻ കക്ഷികളുടെയും പിന്തുണ ലഭിക്കുന്ന ഒരു സമരമായി, രാജ്യത്തിന്റെ ആകെ പിന്തുണ ലഭിക്കുന്ന ഒരു സമരമായി കേന്ദ്രത്തിനെതിരായ പ്രതിഷേധം മാറുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ക്ഷണിക്കപ്പെട്ടവ കക്ഷികളിൽ ആരൊക്കെയാണ് അവരുടെ സാന്നിധ്യം അറിയിച്ച് വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തമിഴ്നാടിന്റെ പ്രാതിനിധ്യം ഉണ്ടാകും, കർണാടകത്തിന്റെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് കരുതുന്നു. അതേസമയം പഞ്ചാബിലെയും ഡൽഹിയുടെയും ഒക്കെ പ്രാതിനിധ്യം ഇതിനോടകം തന്നെ CPM ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയ പ്രതീക്ഷയിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള കേരളത്തിന്റെ പ്രതിഷേധത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും 11 മന്ത്രിമാരും എത്തിക്കഴിഞ്ഞു, ബാക്കിയുള്ളവർ പുറകെ വരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. ഇപ്പോൾ ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഇവിടെയുണ്ട്. അദ്ദേഹം ദേശീയ വാർത്താ ഏജൻസികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന നിരന്തരമായ അവഗണനയെക്കുറിച്ചും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് പണം നൽകാതെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നതിനെക്കുറിച്ചും കേരളം കൊണ്ടുവരുന്ന പദ്ധതികളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ സാമ്പത്തിക ഫെഡറലിസത്തെ തുരങ്കം വെക്കുന്ന, അതിനെ തകർക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്ന നിരന്തരമായ ആരോപണങ്ങൾ കേരളം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഉള്ള ഒരു രാഷ്ട്രീയമായ പ്രതിഷേധമായി തന്നെയാണ് കേരളം നാളെ ജന്തർ മന്ദറിൽ നടത്താൻ പോകുന്ന പ്രതിഷേധ പരിപാടികളെ കാണേണ്ടത്. രാഷ്ട്രീയ നിറം കാണേണ്ട, അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു അവകാശ പോരാട്ടമായി ഇതിനെ കണ്ടാൽ മതി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ സ്വാഭാവികമായും മറ്റ് കക്ഷികൾ കൂടി ഇടപെട്ട് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിരുന്നു കർണാടകത്തിന്റെ DK ശിവകുമാർ ഇന്ന് കേരളത്തിന്റെ സമരത്തിന് നൽകിയ പിന്തുണ. ഇത് സ്വാഭാവികമായും കേരളത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കില്ല, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഈ സമരത്തിന് ഇല്ല എങ്കിൽ പോലും കർണാടകത്തിലെ കോൺഗ്രസിന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിലൂടെ സ്വാഭാവികമായും കേരളത്തിൽ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കും ഈ നിലപാടുകൾ എന്ന് ഉറപ്പാണ്. ഏതായാലും ഗൂഗിൾ നമുക്ക് പറയാൻ കഴിയുന്നത് ജന്തർ മന്ദറിൽ നാളെ നടക്കാനിരിക്കുന്ന കേന്ദ്ര വിരുദ്ധ പ്രതിഷേധത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ പാർലമെന്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ നാളത്തെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ അണിചേരും. ഗൂഗിൾ. ശരി, KR ഗോപികൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നാളത്തെ സമരം അത് പ്രതിപക്ഷ നിരയുടെ ഐക്യം അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ യോജിപ്പിന്റെ കൂടി ഒരു സാന്നിധ്യം, അതിലെ ഓരോ കക്ഷികളുടെ സാന്നിധ്യം ശ്രദ്ധേയമാകും. അതുകൊണ്ടുകൂടി തന്നെ ഏതായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ദേശീയ നേതാക്കൾ പങ്കെടുക്കില്ല എന്ന സൂചന തന്നെയാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ DK ശിവകുമാറിന്റെ പ്രതികരണം അത് CPM-ഉം LDF-ഉം കേരളത്തിലടക്കം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ഉപയോഗിക്കുമെന്നതും ഉറപ്പാണ്. കേരളത്തിലെ കോൺഗ്രസ് BJP-യുടെ പ്രചാരകരായി മാറുന്നുവെന്ന് മന്ത്രി MB രാജേഷ്. കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിശ്വാസത്തിലെടുക്കുന്നത്. ഇതേ പ്രശ്നം ഉയർത്തിപ്പിടിച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്കും അണിനിരക്കേണ്ടി വരും. സാമ്പത്തിക കൂട്ടായ്മ എന്ന കർണാടകത്തിന്റെ ആശയത്തെ സ്വീകരിക്കണമോ എന്നത് ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കുമെന്നും MB രാജേഷ് 24-നോട് പറഞ്ഞു. കേരളം ഉൾപ്പെടെ ആര് സമരം ചെയ്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും എന്ന് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്താണോ BJP ഗവൺമെന്റ് ഇവിടെ പറയുന്നത് അതിന്റെ പ്രചാരകരായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് വളരെ വിചിത്രമായിട്ടൊരു സാഹചര്യമാണ്. DK ശിവകുമാറിനെ പോലുള്ള നേതാക്കളുടെ വാക്കുകളല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വിശ്വാസത്തിലെടുക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇതേ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് അണിനിരക്കേണ്ടി വരും. ഈ യോജിപ്പ് അനിവാര്യമാണ്. അത് അധികം വൈകാതെ തന്നെ വലിയൊരു യോജിപ്പ് ഇന്ത്യയിൽ രൂപപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ ഡൽഹിയിൽ KR ഗോപികൃഷ്ണനോടൊപ്പം ധനമന്ത്രി KN ബാലഗോപാൽ ചേരുന്നു. KR ഗോപികൃഷ്ണനിലേക്ക്. ഗൂഗിൾ, എന്നോടൊപ്പം ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഒപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം നാളത്തെ പ്രതിഷേധ സമരത്തിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളിലാണ്. മിനിസ്റ്റർ, നാളത്തെ സമരത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്താണ്? രാഷ്ട്രീയ നിറം നൽകേണ്ടതില്ല എന്ന് പറഞ്ഞാലും സ്വാഭാവികമായി ഇതിന് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടല്ലോ. രാഷ്ട്രീയ പ്രസക്തി, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾ അതിശക്തമായിട്ട് ശബ്ദം ഉന്നയിക്കുന്നു, ശബ്ദം ഉയർത്തേണ്ടി വരുന്നു. മുൻപ് ഒരു കാലത്തും ഇങ്ങനെ വന്നിരുന്നില്ല. അപ്പോൾ BJP ഗവൺമെന്റ് ഇത്രയും ശക്തമായി സംസ്ഥാനങ്ങൾ പ്രതിഷേധിക്കേണ്ട, ശബ്ദമുയർത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന നിലയിലുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതിനകത്ത്
ഈ ജനാധിപത്യത്തിനെ എല്ലാ സംസ്ഥാനങ്ങളെ ഒരേപോലെ കാണുന്നതിനെയൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. ഇതിപ്പോ ഇന്ത്യ മുന്നണിയുടെ ശക്തി പരീക്ഷിക്കപ്പെടുന്ന ഒരു വേദിയായി നാളത്തെ ജന്തർ മന്ദർ സമരത്തെ കാണാൻ കഴിയുമോ? ഞാൻ അങ്ങനെ കരുതുന്നതേ ഇല്ല. കാരണം ഇന്ത്യ മുന്നണിയുടെ ഒരു സമരം എന്ന നിലയിലൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ കാര്യമായിട്ടല്ലല്ലോ വന്നേക്കുന്നത്. ഇത് കേരളം കഴിഞ്ഞ 2 വർഷത്തിലധികമായിട്ട് 2-3 വർഷമായിട്ട് നേരത്തെ തന്നെ പറയാറുണ്ട്. ഇപ്പം ഞാൻ ധനകാര്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത സമയം മുതൽ എനിക്കറിയുന്നതാണ്, ഞങ്ങൾ കണക്കുകളെല്ലാം എടുത്ത് ഇന്ന കാര്യമുണ്ട്. അപ്പോൾ ആദ്യമേ ഈ കണക്കുകൾ പറയുമ്പോൾ ഇത്ര ഒരു കണക്കുണ്ടോ, കാര്യമുണ്ടോ, ഇത് പറയുന്നത് ശരിയാണോ എന്നല്ലായിരുന്നോ നിങ്ങൾ പോലും ചിന്തിച്ചിരുന്നത്? നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കൃത്യമായി ഈ കണക്കുകൾ വെച്ച് പറഞ്ഞു. ഇപ്പോൾ കേരളം മാത്രമല്ല, കർണാടകം ഇത് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും ഇതിനെതിരായി പറയുന്നു, രാഷ്ട്രീയമായിട്ടായിരിക്കാം. കർണാടകമുണ്ട്, തമിഴ്നാടുണ്ട്, നേരത്തെ രാജസ്ഥാൻ ശക്തമായി പറഞ്ഞിരുന്നു, പഞ്ചാബിലും ബംഗാളിലും ഒക്കെ ഈ പ്രശ്നമുണ്ട്, ഡൽഹിയിലുണ്ട്. അപ്പോൾ ന്യായമായി നമുക്ക് കിട്ടേണ്ട ആ പണം എന്ന് പറഞ്ഞാൽ ടാക്സ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഇപ്പം 90% കളക്ട് ചെയ്യുന്നത് സെൻട്രൽ യൂണിയൻ ഗവൺമെൻറ്റാണ്. അത് കിട്ടുന്നില്ല എന്നുള്ളതന്നെ പ്രശ്നം. അതിൻ്റെ ന്യായമായി പങ്കുവെച്ചത് കിട്ടുന്നില്ല. ഞാനതിൻ്റെ കണക്കുകൾ എടുത്ത് നിങ്ങൾ നോക്കാം. 22 ലക്ഷം കോടി രൂപയാണ് ഇത്തവണ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ മാറ്റി വെച്ചേക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടത് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. മിനിസ്റ്റർ, ഒരു കാര്യം കൂടെ, അതായത് ഇപ്പോൾ ഈ പൊതുവിൽ ഉണ്ടായിരുന്ന ഒരു താങ്കൾ തന്നെ ബജറ്റ് പ്രസംഗത്തിൽ ഒരു പ്ലാൻ ബി യെ കുറിച്ച് പറഞ്ഞിരുന്നു. കർണാടകത്തിൽ ഇപ്പോൾ ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു ദക്ഷിണേന്ത്യൻ, അതായത് കേന്ദ്ര അവഗണന നേരിടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സാമ്പത്തിക സഹകരണം എന്നതാണ്. ഈ ആശയത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ? അങ്ങനത്തെ ഒരു ആശയമൊന്നും ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു പ്രശ്നം നേരിടുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല. ഇത് വാസ്തവത്തിൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നോൺ BJP ഗവൺമെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വളരെ മുന്നിലാണെന്നുള്ളത് കൊണ്ട് പല ക്രൈറ്റീരിയയിലും നിങ്ങൾ അത്ര ഡെവലപ്പ് ചെയ്ത് പോയല്ലോ എന്ന നിലയിലേക്ക് അതിന് കുറവ് വരുന്നുണ്ട്. പക്ഷെ അത് തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും BJP ഭരണമില്ലാത്ത പ്രതിപക്ഷ സംസ്ഥാനങ്ങളും എന്ന നിലയിലാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ വിവേചനം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഫലത്തിൽ കാണുന്നത്. ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ താങ്കൾ വിമർശിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് MP-മാരുടെ പിന്തുണ കിട്ടുന്നില്ല കേരളത്തിൽ എന്നത് ഒരു വലിയ പ്രശ്നമായി കാണുന്നുണ്ടോ? ഇത്രയും വലിയൊരു സംഭവമായിട്ട് ഉയർന്നു വന്നിട്ടും കോൺഗ്രസിന്റെ MP-മാർ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ? അവരെന്ത് കാര്യമാണ് ഇതിനകത്ത് ചെയ്യുന്നത്? സ്റ്റേറ്റിന്റെ ഒരു പൊതു താല്പര്യം ഉന്നയിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും കേരളത്തിലെ അസംബ്ലിയിൽ പോലും അവിടെ പല പ്രധാനപ്പെട്ട MLA-മാരും പറഞ്ഞെന്താ, കേന്ദ്രം തരാനൊക്കെ ഉള്ളത് തരുന്നുണ്ട്, നിങ്ങൾ പറയുന്ന കണക്ക് ശരിയല്ല, കേന്ദ്രം തരാനൊക്കെ ഉള്ളത് തന്നല്ലോ. ഇന്ന് കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് ജാവദേക്കറും BJPയുടെ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുള്ള ശ്രീ മുരളീധരനും മറ്റ് BJP നേതാക്കന്മാരൊക്കെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നിയമസഭയ്ക്കകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളം പറയുന്നതൊന്നും വലിയ കാര്യമല്ല, ഇത്രയും പണമൊന്നും തരേണ്ടതില്ല, തരുന്നുണ്ട് എന്നാണ്. അതുതന്നെയാണ് BJP നേതാക്കന്മാർ പറയുന്നത്. പക്ഷേ അവരുടെ അഖിലേന്ത്യാ അധ്യക്ഷനും കർണാടകത്തിലെ മുഖ്യമന്ത്രിയും മറ്റു നേതാക്കന്മാരും ഒക്കെ പറയുന്നു കേന്ദ്രം ചെയ്യുന്നത് ശരിയല്ല, ഞങ്ങൾക്ക് തന്നെ തരാനുള്ളത് തരുന്നില്ല. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. കേരളത്തിനകത്ത് കേരള നിയമസഭയ്ക്കകത്ത് BJPയുടെ ഒരാളും ഇല്ല എന്നുള്ളതിന്റെ കേട് തീർക്കുന്ന തരത്തിലേക്ക് ചില ആളുകൾ പറഞ്ഞു എന്നാണ് ഇപ്പോൾ അവിടുത്തെ പത്രപ്രവർത്തകരുടെ ഇടയിൽ പോലുള്ള ചർച്ച. ഈ കേന്ദ്രവിരുദ്ധ പ്രതിഷേധം എന്ത് ഫലം ഉണ്ടാക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് ഇപ്പൊ തന്നെ വലിയ ഫലം ഉണ്ടാക്കിയിട്ടില്ലേ? ഇപ്പൊ തന്നെ ഫലം ഉണ്ടായല്ലോ. നമ്മൾ ഈ കാര്യം എന്നേ അനൗൺസ് ചെയ്തതാണ്. ഇപ്പൊ പ്രതിപക്ഷത്തോട് ഉൾപ്പെടെ സംസാരിച്ചിട്ട് ഈ കാര്യം ആലോചിച്ചതാണല്ലോ. അന്ന് അത്രയും സജീവമായിട്ട് രംഗത്ത് വരാത്ത സ്റ്റേറ്റുകൾ തന്നെ ഈ പ്രശ്നങ്ങൾ അവർ പറയുന്നു. അവരെല്ലാം വളരെ ഓപ്പണായിട്ട് ഈ കാര്യം പറഞ്ഞു വരുന്നുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇത് മറുപടി പറയേണ്ട, അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത്തരം ഒരു വിഷയം വളരെ സജീവമായിട്ട് ഈ അഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ, രാജ്യത്താകെ ഉണ്ടാവുന്ന ഈ ഒപ്പീനിയൻ BJP ഗവൺമെന്റിന്റെ നിലപാടുകളെ തിരുത്തുന്നതിന് നിർബന്ധിതമാക്കും. എന്തിപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും പിന്നെ ജനങ്ങളുടെ മനസ്സിലൊരു കാര്യം മനസ്സിലാവും. ഇവര് രാജ്യത്തിനോട് അങ്ങനെ വലിയ താല്പര്യത്തോടാണെങ്കിൽ, സംസ്ഥാനങ്ങളോട് താല്പര്യത്തോടു കൂടിയാണെങ്കിൽ ഇങ്ങനല്ലല്ലോ പെരുമാറേണ്ടത്. അപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് പോകും. വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. കേരളത്തിൽ തന്നെ ജനങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണല്ലോ ഇത്. നിങ്ങളും ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട്, മീഡിയയും ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമായി തന്നെ വരുന്നു. അതാണ് ഇതിന്റെ ഇമ്പാക്ട്. തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് UDF-നെ പ്രതിസന്ധിയിലോ പ്രതിരോധത്തിലാക്കുമോ? സാധാരണഗതിയിൽ ജനങ്ങൾ ഇത് ചിന്തിക്കുന്നവരായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. 5 വർഷക്കാലം പാർലമെന്റ് വന്നിട്ട് ഒരു ചെറുവിരൽ പോലും ഇത്തരം ഒരു കാര്യത്തിൽ അനക്കിയില്ല എന്ന് ആളുകൾക്കറിയാം. ഇപ്പൊ എത്ര അവർ നന്നായി പ്രവർത്തിച്ചു എന്നൊക്കെ പലരും എഴുതിയാലും അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും
ഉണ്ടാവില്ല. ജനങ്ങൾ ഈ കാര്യമൊക്കെ മനസ്സിലാക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, താങ്ക് യു വെരി മച്ച്. ധനമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഈ വരുന്ന നാളത്തെ പ്രതിഷേധം സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കും എന്ന പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന് അവരുടെ നയങ്ങൾ തിരുത്താൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി ഈ സമരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കെ.എൻ. ബാലഗോപാൽ പങ്കുവയ്ക്കുന്നത്. ഗോകുൽ. ശരി, കെ ആർ ഗോപികൃഷ്ണനാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനോടൊപ്പം ചേർന്നത് ഡൽഹിയിൽ നിന്ന്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും നിലപാടിനെ ചൊല്ലി സംസ്ഥാനത്ത് JDS വീണ്ടും പിളർന്നു. മുതിർന്ന നേതാവ് ഡോക്ടർ എ നീലലോഹിതദാസൻ നാടാറിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന യോഗമാണ് ഇരുവരെയും തള്ളിപ്പറഞ്ഞത്. RJDയുമായും സമാജ്വാദി പാർട്ടിയുമായും ലയന സാധ്യത ചർച്ച ചെയ്യാനും യോഗത്തിൽ കേരളത്തിലെ നേതാക്കൾ പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും ദയാവധത്തിന് വിട്ടുകൊടുക്കുന്നുവെന്നും നീലലോഹിതദാസൻ നാടാർ വിമർശിച്ചു. നിലപാടെടുക്കാൻ വൈകുന്നു. അപ്പോൾ ഒരു പാർട്ടിയെയും അല്ല നേതാക്കളെയും പ്രവർത്തകരെയും ദയാവധത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള സമീപനമാണ് ചില നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. അവര് പ്രാദേശിക പാർട്ടിയെന്ന് ഒരിക്കൽ പറയും, പിന്നെ ഒരിക്കൊന്നും പറയാതിരിക്കും, പിന്നെ എന്നിട്ട് പ്രാദേശിക പാർട്ടിയെ പോലെ പെരുമാറും, പ്രവർത്തിക്കും. അത് 1977 മുതൽ ഒരു ദേശീയ പാരമ്പര്യത്തിലും പൈതൃകത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനതാ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. വിനീത വിജി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, ജനപ്രതിനിധികളാണ്, ഒരാൾ മന്ത്രിയാണ്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണ്, ഇവരെക്കെതിരായ വികാരമുയരുന്നു. ഒരു നിലപാടെടുക്കാത്തതിലുള്ള അമർഷമാണോ ഈ ഇത്തരത്തിലൊരു പിളർപ്പിലേക്ക് വീണ്ടും വഴിവെക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഗോകുൽ. ഈ മാസം 13-ന് സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരാനിരിക്കവെയാണ് വിമത യോഗം ഇന്ന് കൊച്ചിയിൽ ചേർന്നത്. നീലലോഹിതദാസ് നാടാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ യോഗം ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഈ പാർട്ടിയുടെ, അതായത് നേതൃത്വത്തിന്റെ നിലപാടുകളിലൊക്കെ വിയോജിപ്പ് അറിയിച്ച CK നാണുവിനെ ഉൾപ്പെടെ പിന്തുണച്ച പ്രവർത്തകർ ഇന്ന് കൊച്ചിയിൽ ചേർന്ന വിമത യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഈ യോഗത്തിനിടയിലാണ് ഇത്തരത്തിലേക്കുള്ള ചില ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ കൂടി ഉയർന്നത്. അതായത് കേരളത്തിലെ ചില നേതാക്കൾ പാർട്ടിയെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും ദയാവധത്തിന് വിട്ടു നൽകുന്നു, ഇതിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും നീലലോഹിതദാസ് നാടാർ പറഞ്ഞു. അതിന് ഈ ലയന സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നിലപാടെടുക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അതോടൊപ്പം തന്നെ മാത്യു ടി തോമസിനും കൃത്യമായ നിലപാടുകൾ എടുക്കാൻ കഴിയാതെ പോകുന്നു. ഇത് പ്രവർത്തകരെ ഉൾപ്പെടെ പ്രതിരോധത്തിലേക്കാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സൃഷ്ടിക്കുന്നതെന്നും പറയുന്നുണ്ട്. എന്തുതന്നെയായാലും BJPക്കെതിരെ ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതിനായി ലയന സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും ഇന്ന് ചേർന്ന യോഗത്തിന് ശേഷം നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. ഈ അയോഗ്യതാ ഭീഷണിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും നിലപാടെടുക്കുന്നില്ല എന്ന വിമർശനമാണ്. അതേ തുടർന്നാണ് ഇപ്പോൾ നീലലോഹിതദാസൻ നേതാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അത് മറ്റൊരു പിളർപ്പിലേക്ക് JDSനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി